നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രവാസികൾക്കായി പുതിയ നിബന്ധനകളാണ് കുവൈറ്റ് ഏർപ്പെടുത്തുന്നത്. പലതും പ്രവാസികൾക്ക് സന്തോഷം നൽകുന്നവയാണ്. എന്നിരുന്നാൽ തന്നെയും കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഏർപ്പെടുത്തിയ നിബന്ധനകളിൽ ഇളവ് വേണമെന്നാണ് പ്രവാസികൾ ഇപ്പോൾ പറയുന്നത്. അതായത് രാജ്യത്ത് എത്തിച്ചേരുന്ന എല്ലാ യാത്രക്കാർക്കും എത്തിച്ചേരുന്നതിന് മുൻപ് PCR പരിശോധന റദ്ദാക്കണമെന്ന് ആവശ്യം. മന്ത്രിതല കൊറോണ എമർജൻസി കമ്മിറ്റിക്ക് മുമ്പാകെ അടുത്തിടെ ഈ നിർദ്ദേശം സമർപ്പിച്ചിരുന്നതായി പ്രാദേശിക അറബിക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവാണ് ഈ നിർദ്ദേശത്തിന് പിന്നിലെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്കായി രാജ്യത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് ഒരാഴ്ചത്തെ ഹോം ക്വാറന്റൈൻ നടപ്പിലാക്കുന്നതും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. PCR പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ ഈ നിബന്ധന പാലിക്കേണ്ടതില്ല. ഈ മാറ്റങ്ങൾ മന്ത്രിതല കൊറോണ എമർജൻസി കമ്മിറ്റി ഉടൻ അഭിസംബോധന ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കോവിഡ് വ്യാപനം തടയുന്നതിനായി സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച മുൻകരുതലുകളുടെ ഭാഗമായി കുവൈറ്റിലെത്തുന്ന എല്ലാ ആളുകളും എത്തിച്ചേരുന്നതിന് 72 മണിക്കൂർ മുമ്പ് നടത്തിയ നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 6 വയസ്സിന് താഴെയുള്ളവർ ഒഴികെ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഈ നിബന്ധന നിർബന്ധമാണ്. കുവൈറ്റിലെ PCR പരിശോധന നിരക്ക് പരിഷ്കരിച്ചിരുന്നു. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. PCR പരിശോധനയ്ക്ക് രാജ്യത്ത് ഈടാക്കാവുന്ന പരമാവധി നിരക്ക് 6 ദിനാറാണ്. ജനുവരി 30 ഞായറാഴ്ച മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക. നാട്ടിൽ പോകാനും ജോലി സ്ഥലത്തും പലർക്കും PCR പരിശോധന അത്യന്താപേക്ഷിതമാണ്. നിരക്ക് കുറച്ചത് വലിയ ആശ്വാസമായാണ് പ്രവാസികൾ കരുതുന്നത്. ആദ്യ സമയത്ത് 40 ദിനാർ ആയിരുന്നു ഈടാക്കിയിരുന്ന നിരക്ക്. നിരവധി തവണ നിരക്ക് കുറയ്ക്കുകയുണ്ടായി. അങ്ങനെയാണ് 6 ദിനാറിൽ എത്തിയത്. കുവൈറ്റിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. 7 ലക്ഷത്തോളം പേർ ഇതിനോടകം ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇപ്പോഴും വാക്സിൻ വിതരണം ശക്തമായി തന്നെ തുടരുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.